ഇന്ന് ഒരു വിസ്മയകരമായിട്ടുള്ളൊരു ജീവിതത്തെക്കുറിച്ച് പറയാം. ആ വിസ്മയം ജനിച്ചത് 1831 ജനുവരി 3 ആ വിസ്മയത്തിൻ്റെ പേരാണ് സാവിത്രിഭായ് ഫുലെ. സാവിത്രിഭായ് നിരക്ഷരയായിട്ടാണ് വളർന്നത്. വിവാഹത്തിന് ശേഷം ഭർത്താവായിട്ടുള്ള ജ്യോതിറാവ് ഫുലെയിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടിയിട്ടുള്ളത്. 1839 മനുസ്മൃതിക്കെതിരാണ് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ വിദ്യാഭ്യാസം നേടിയതിൻ്റെ പേരിൽ സാവിത്രിഭായിയെയും അവരുടെ ഭർത്താവ് ജ്യോതിറാവ് ഫുലെയെയും അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനാണ് ജ്യോതിറാവുടെ പിതാവ് അവരോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരുന്ന ദമ്പതികളാണ് സാവിത്രിഭായ് ഫുലെയും ജ്യോതിറാവ് ഫുലെയും. അതിനുശേഷം അവരുടെ സുഹൃത്തായ ഫാത്തിമ ബീഗത്തിൻ്റെയും ഉസ്മാൻ ഷെയ്ഖിൻ്റെയും വീട്ടിലാണ് അവർ അഭയം തേടിയിരുന്നത്. അവിടെ വെച്ച് മിഷനറി സ്കൂളിൻ്റെ ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിയുകയും ഉസ്മാൻ ഷെയ്ഖിൻ്റെ വീട്ടിൽ പെൺകുട്ടികൾക്കായിട്ടുള്ള ചെറിയൊരു സ്കൂള് തുടങ്ങുകയും ചെയ്തു. 1850 സാവിത്രിഭായിയും അവരുടെ ഭർത്താവും കൂടെ 3 സ്കൂളുകൾ ആണ് തുടങ്ങിയിട്ടുള്ളത്. സ്കൂളിലേക്ക് പോകുന്ന വഴി അവർ എക്സ്ട്രാ ഒരു ഡ്രസ്സ് കരുതുമായിരുന്നു. അതിൻ്റെ കാരണം അവിടെ ഉണ്ടായിരുന്ന സവർണ ഹിന്ദുക്കൾ അവരുടെ മേലേക്ക് ചാണകവും കല്ലും മറ്റും വലിച്ചെറിയുമായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു എക്സ്ട്രാ ഡ്രസ്സ് കൂടെ കരുതിയിട്ടാണ് സ്കൂളുകളിലേക്ക് പോലും സാവിത്രിഭായ് പോയിരുന്നത്. ഇത് മാറ്റേണ്ടി വരും. അതിന് ശേഷം ഇവർ 18ഓളം സ്കൂളുകളാണ് വിവിധ ജാതിയിലും ലിംഗഭേദമന്യേ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സാവിത്രിഭായ് തുടങ്ങിയിട്ടുള്ളത് അവരുടെ ഭർത്താവിൻ്റെ കൂടെ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപികയായിട്ട് പറയാവുന്ന ഒരു സ്ത്രീയാണ് സാവിത്രിഭായ് ഫുലെ. അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ അധ്യാപികയായിട്ട് പറയാവുന്ന ഒരാളാണ് അവരുടെ സുഹൃത്തായിട്ടുള്ള ഫാത്തിമ ബീഗം ഷെയ്ഖ്. ലിംഗത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന സംഭവങ്ങൾ ഇന്നും ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകുമ്പോൾ ഇവരുടെ ജീവിതം ഇന്നും സമൂഹത്തിന് മാതൃകയാക്കാവുന്ന ജീവിതമാണ്. ഇന്ത്യയിലെ വനിതാ വിമോചന പ്രസ്ഥാനത്തിൻ്റെ ഒരു തുടക്കക്കാരിയായിട്ട് നമുക്ക് സാവിത്രിഭായ് ഫുലെയെ ഓർക്കാവുന്നതാണ്. ആ സാവിത്രിഭായ് ജനിച്ച ഇന്നത്തെ ദിവസത്തിൽ ഇൻഫിഡൽസ് ടീമിൻ്റെ ആശംസകളും അഭിവാദ്യങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.